ഏതു മേഖലയിലായാലും വ്യക്തമായ ദർശനത്തോടെ പ്രവർത്തിച്ചാൽ വിജയം കൈവരിക്കാനാകുമെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ഐസക് ജോസഫ് സാറിന് അറിയാം, ബിസിനസ് അത് വ്യവസായമോ ബിസിനസ് എന്തൊക്കെ ആകട്ടെ, അതുമായി ഞാൻ എപ്പോഴെങ്കിലും ഐസക് സാറുമായി ചിലതൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിൽ 100% പരാജയപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ്, അല്ലെങ്കിൽ എനിക്കതിൻ്റെ ABCD പോലും അറിയില്ല എന്ന് ഐസക് ജോസഫ് സാറിന് തന്നെ അറിയാം എന്ന് എനിക്കറിയാം. ചിലപ്പോഴൊക്കെ അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ഈ മേഖലയിൽ പ്രവർത്തിച്ചാൽ ഞാൻ 100% പരാജയമാണ്. ലൂണാർ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഐസക് ജോസഫ് കോട്ടുകാപ്പള്ളി രചിച്ച സംരംഭകനാകാൻ 100 വിജയമന്ത്രങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ആത്മബോധം, ലക്ഷ്യബോധം, പ്രതിബദ്ധത എന്നിവയുണ്ടെങ്കിൽ ഏതൊരാൾക്കും ജീവിത വിജയം നേടാനാകും. ഒരു സംരംഭകൻ സമഗ്ര വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം. അതുപോലെ തന്നെ തന്റെ വിജയത്തിന്റെ ഒരു പങ്ക് സമൂഹത്തിനു വേണ്ടി നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായ സംരംഭകനാകാനുള്ള പരിശീലനം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നൽകണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി PJ ജോസഫ് പറഞ്ഞു. ഏത് വഴിയിലൂടെ പോയാലും ധാരാളം വ്യാപാരികളെ കാണാം. ചെറുകിട വ്യാപാരികൾ ഈ ഒരു ജനസമൂഹത്തിൽ ഇത്രയും ശതമാനമുള്ള സംസ്ഥാനങ്ങളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വ്യവസായ സംരംഭകർ താരതമ്യേന വളരെ കുറവാണ്. ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന കാര്യം ഓർക്കാതെ കഴിഞ്ഞ ദിവസം യുവജനങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ഇനി ആവശ്യമുള്ളത്, വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ആവശ്യമുള്ളത് വ്യവസായ സംരംഭകരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ധനമന്ത്രി KM മാണി പുതിയ സംരംഭകർക്ക് 20 ലക്ഷം രൂപ വരെ പലിശയില്ലാതെ വായ്പ നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. വളരെയധികം ആളുകൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് കരുതിയെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ താല്പര്യം കാണിച്ചെത്തിയുള്ളൂ. സംരംഭകനാകാൻ നമ്മുടെ യുവാക്കൾക്ക് ആത്മവിശ്വാസം ഇല്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. യുവ സംരംഭകർ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി KC ജോസഫ് പറഞ്ഞു. വ്യവസായ സംരംഭകരാകാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകാതെ ഇനിയത്തെ തലമുറയ്ക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. ഗവൺമെന്റ് തന്നെ മുൻഗണന കൊടുത്തുകൊണ്ട് ഈ രംഗത്ത് സ്വയം തൊഴിലിന് കടന്നു വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ ധാരാളം സംരംഭങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞ ഒരു കാര്യം, 30 വയസ്സിൽ താഴെയുള്ളവരെ കൂടുതലായി ആശ്രയിക്കണം. അവർക്ക് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടാകും, പ്രത്യേകമായ കാഴ്ചപ്പാടുണ്ടാകും. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് ജോസഫ്, ഐസക് ജോസഫ് കോട്ടുകാപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു.